ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കം. കരുനാഗപ്പള്ളി സബ് ഡിവിഷൻ തല ക്യാമ്പയിൻ ചവറയിൽ ആരംഭിച്ചു. ലൂർദ് മാത ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പോലീസ് നടത്തിയ കരുനാഗപ്പള്ളി സബ് ഡിവിഷൻ തല ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ ചവറയിൽ തുടങ്ങി. കോവിൽത്തോട്ടം ലൂർദ് മാത ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സിറ്റി പോലീസ് കമ്മീഷണർ എം ഹേമലത ഉദ്ഘാടനം ചെയ്തു. എല്ലാ രംഗങ്ങളിലും നോട്ട് ഓൺലി ഓൺ എൻഫോഴ്സ്മെന്റ് മാത്രം, അത് പോലീസ് മാത്രം ടേക്കപ്പ് ചെയ്താൽ ഡ്രഗ് ഇമേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഓൺലി ആൻ എൻഫോഴ്സ്മെന്റ് ഇഷ്യൂ, ഇറ്റ്സ് സോഷ്യൽ പ്രോബ്ലം. സോ ഓൺലി പോലീസ് മാത്രം ഏറ്റെടുത്തിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമില്ല. സോ എല്ലാവരെയും it should be a participative and it should be a community oriented approach ആയിട്ടാണ് തൂഫാൻ പ്രോഗ്രാം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. So this is actually a program which is focused mainly on drug prevention, ഡ്രഗിനെ ആന്റി ഡ്രഗ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആണ് ശരിക്കും പറഞ്ഞത്. സോ ആ ക്യാമ്പയിൻ പറയുന്നത് പോലീസ് പോയിട്ട് സാറിനെ പിടിക്കുന്നത് കേസ് എടുക്കുന്നത് മാത്രമല്ല, സോ അതിന്റെ നെക്സ്റ്റ് ലെവൽ പോയിട്ട് the program focuses on prevention. First of all, നമ്മുടെ കുട്ടികളെ, നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ സിറ്റിസൺസ്, you are the next generation. We are going to roll the next generation world. So ഇങ്ങനത്തെ നമ്മുടെ നെക്സ്റ്റ് ജനറേഷന് ഇതിൽ പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രിവെൻഷൻ ആൻഡ് ഓൾസോ ദ എൻഫോഴ്സ്മെന്റ്, ഓൾസോ ഇതിൽ പെട്ടുപോയി അറിയാതെ വഴിതെറ്റി പോയ കുട്ടികളെയും യങ്സ്റ്റേഴ്സിനും അതിൽ നിന്ന് പിന്മാറി ഒരു റീഹാബിലിറ്റേഷൻ, ഡി അഡിക്ഷൻ, അങ്ങനത്തെ ഒരു ആസ്പെക്ടും കൂടി ഒരു ഫോർ പ്രോങ് അപ്രോച്ച് ആയിട്ടാണ് ഈ പറഞ്ഞ പ്രോഗ്രാം ഓപ്പറേഷൻ തൂഫാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ SP JK ദിനിൽ അധ്യക്ഷത വഹിച്ചു. കരുനാഗപ്പള്ളി ACP സി ജോൺ, നർക്കോട്ടിക് സെൽ ACP റോബർട്ട് ജോണി, പ്രിൻസിപ്പൽ സിന്ധ്യ മേരി, PTA പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ റെസിഡൻസ് അസോസിയേഷനുകൾ, വ്യാപാര സംഘടനകൾ, കുടുംബശ്രീ യൂണിറ്റുകൾ, യുവജന കൂട്ടായ്മകൾ എന്നിവരെ അണിനിരത്തി ലഹരിക്കെതിരെ ജനകീയ മുന്നേറ്റം സംഘടിപ്പിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസുകൾ, സെമിനാറുകൾ, സംവാദങ്ങൾ, ഫ്ലാഷ് മോബുകൾ, സൈക്കിൾ റാലികൾ, പൊതുജന പങ്കാളിത്ത പരിപാടികൾ എന്നിവ കരുനാഗപ്പള്ളി സബ് ഡിവിഷന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കും. ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വ്യാപനവും സംബന്ധിച്ച വിവരങ്ങൾ പൊതുജനങ്ങൾ പോലീസിനെ അറിയിക്കണമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി 1 മുതൽ 17 വരെ നടത്തിയ പരിശോധനയിൽ സിറ്റി പോലീസ് പരിധിയിൽ 287 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതിൽ കൊല്ലം സബ് ഡിവിഷനിൽ 136ഉം കരുനാഗപ്പള്ളിയിൽ 65ഉം ചാത്തന്നൂരിൽ 86 കേസുകളുമാണ് രജിസ്റ്റർ ചെയ്തത്. ന്യൂസ് ബ്യൂറോ, ചവറ.